ഇന്ന് ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടി എടുത്തിരിക്കുന്ന അരി ഈ കുഞ്ഞരിയില്ലേ ചോറ് വെക്കുന്നത്, ഇതിൻ്റെ പേരെന്നെ പൊന്നിയെന്ന് തോന്നുന്നു. ഈ അരിയാണ് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ചോറ് വെക്കുന്ന അരി. വളരെ ചെറിയ അരിയാണ്. ഇവിടെ നമ്മുടെ കൈമ അരി പോലെയൊക്കെ ഇരിക്കുന്ന അരി, പക്ഷേ കൈമയല്ല, അരിയാണിത്. ഇതുകൊണ്ട് ആദ്യം ചോറ് വെക്കാം. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ അരി കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചോറാക്കട്ടെ. അങ്ങനെ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കണ്ടോ, അരി വെന്ത് കഴിഞ്ഞപ്പോഴും ആ അരിയുടെ അത്രയേ ഉള്ളൂ കേട്ടോ. ഒട്ടും അങ്ങനെ നമ്മുടെ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി പോലെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ചോറൊക്കെ റെഡിയായി. ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയല്ല കേട്ടോ, സൺഫ്ലവറോ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ടോ അങ്ങനത്തെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കണം, റൈസ് ബ്രാനോ ഒക്കെ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിന് നല്ലതല്ല. എണ്ണ ചൂടായി, കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. കടലപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നിലക്കടല ചേർക്കാം. വറുക്കാത്ത നിലക്കടലയാട്ടോ, പച്ചക്കടലയാണ്. അതും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കാം. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക്, ഉണക്കമുളക് ഇഷ്ടമുള്ളവർ ഉണക്കമുളകും കൂടെ ചേർക്കാം ഈ സമയത്ത്. ഇത് എരിവിന് വേണ്ടിയുള്ള പച്ചമുളകാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് തന്നെ ചേർക്കാം. ആവശ്യത്തിന് ചോറിന് ഉപ്പിടാതെ വേവിച്ചതാണ്, അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ചേർക്കാൻ പോകുന്നത് നാരങ്ങാ നീരാണ്. നാരങ്ങയുടെ കുരു ഒന്നും വീഴരുത്, അതിന് വേണ്ടിയാണ് ഞാൻ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചത്. കുരു വീഴാതെ നാരങ്ങാ നീരൊഴിച്ച് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാ നീരെടുക്കണം. ഓരോരുത്തരുടെയും പുളി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നാരങ്ങാ നീരെടുക്കണം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ചോറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതോടെ നമ്മുടെ ലെമൺ റൈസ് റെഡിയാകും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ലെമൺ റൈസിൻ്റെ ഒരു റെസിപ്പിയാണ്. നല്ല കളറും കിട്ടും, നല്ല പുളിയും നല്ല സ്മെല്ലൊക്കെ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലെമൺ റൈസ് ആവശ്യത്തിന് വിളമ്പിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ മത്തി വറുത്തത്, ചെറിയ മത്തി വറുത്തതും അച്ചാറുമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഒന്ന് കഴിക്കട്ടെ. സൂപ്പറാണേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.